അങ്ങനെ 2025 പെസഹ വ്യാഴാഴ്ച എത്തി. പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം ബുധനാഴ്ച രാത്രി, നിങ്ങളിൽ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകും, നിങ്ങളിൽ ചെറിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ വലിയവനാകും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും എന്നുകൂടി പറയുന്നു. അപ്പം ജീസസ് ക്രൈസ്റ്റിന്റെ ശരീരവും ഇന്ന് പാല് യേശു ക്രിസ്തുവിന്റെ രക്തവുമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. കുരിശ് എടുത്ത് വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെക്കും. പഴം ഒരു പൊലിമയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ അത് കുരിശ് ഇതിലെടുത്ത് വെച്ചോട്ടോ. അപ്പൊ നല്ല പ്ലേറ്റ് തന്നെ ശരിയല്ലോ. അങ്ങനെ 2025 പെസഹ വ്യാഴാഴ്ച എത്തി. കഴിഞ്ഞ വർഷവും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആവർത്തന വിരസത ഉണ്ടാവും, പക്ഷെ പെസഹ വ്യാഴാഴ്ച ആ വിഷയമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോ യേശു ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തിന്റെ തലേ ദിവസമാണ് ഇന്ന്. അപ്പോ ഈ ബുധനാഴ്ച രാത്രി, അതായത് പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം ബുധനാഴ്ച രാത്രി, മർക്കോസിന്റെ മാളികയിൽ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടി ചേരുന്നു. അവിടെ വെച്ച് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകി ഒരു തൂവാല കൊണ്ട് കാല് തുടച്ച് ആ കാലിൽ ചുംബിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകും, നിങ്ങളിൽ ചെറിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ വലിയവനാകും. അദ്ദേഹത്തിൻ്റെ ക്രൂശാരോഹണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇത്തരം വലിയ വലിയ ഉപദേശങ്ങൾ സാഹചര്യത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ വലിയൊരു ഉപദേശമാണ്. അതുതന്നെയായിരിക്കാം ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രസക്തി ഓരോ ദിവസവും കൂടി വരുന്നതിൻ്റെയും കാരണം. 2000 വർഷം കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്, വളരെ മനുഷ്യസ്പർശിയായ, സാധാരണ മനുഷ്യനെ സ്പർശിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം തന്നിരിക്കുന്നതും. മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ലോകം നിലനിൽക്കുന്ന കാലത്തോളം ആ ഉപദേശങ്ങൾക്ക് അങ്ങേയറ്റം സജീവതയും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഉപദേശം, നിങ്ങളിൽ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകാൻ ശ്രമിക്കുമെന്നും, ചെറിയവനായി തീരുമെന്നും, ചെറിയവനാകാൻ ശ്രമിക്കുന്നവൻ വലിയവനായി തീരുമെന്നുള്ള ഈ ഉപദേശത്തിന് ശേഷം അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. യേശുക്രിസ്തു അപ്പം എടുത്ത് പ്രാർത്ഥിച്ച് നുറുക്കി എല്ലാവർക്കുമായി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു. അതുപോലെ വീഞ്ഞും എടുത്ത് പ്രാർത്ഥിച്ച് അതും പകർന്നു കൊടുത്തിട്ട് പറയുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. എന്നിട്ട് വേറൊരു ഉപദേശവും കൂടി, വേറൊരു കാര്യം കൂടി അവരോട് പറയുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും എന്നുകൂടി പറയുന്നുണ്ട്. നമ്മുടെ ഈ കുർബാനാനുഭവവും ഒക്കെ ദിവസേന ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലുമുള്ള കുർബാനാനുഭവവും സംബന്ധിക്കുന്നതിന് ശേഷം കുർബാന അനുഭവിക്കുന്നതിനും ഒക്കെ ഈ ഒരു ഉപദേശത്തിൻ്റെ സാങ്കത്യവും അവിടെ ഉണ്ടാകും. അങ്ങനെ നടത്തിയ ആ ഒരു പെസഹ ഭക്ഷണത്തെയാണ് നമ്മൾ ഇവിടെ അപ്പവും വീഞ്ഞിനും പകരം, അപ്പമുണ്ട്, പക്ഷേ അത് നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന അപ്പമാണ്, അരിയും ഉഴുന്നും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന അപ്പമുണ്ട്. വീഞ്ഞിന് പകരം നമ്മൾ പാല്, അപ്പവും പാലും എന്നാണ് പറയുന്നത്, ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള പാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അപ്പോൾ അപ്പം ജീസസ് ക്രൈസ്റ്റിൻ്റെ ശരീരവും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാല്, തേങ്ങാപ്പാലും ശർക്കരയും ചേർത്തുണ്ടാക്കിയിരിക്കുന്ന പാല് യേശു ക്രിസ്തുവിൻ്റെ രക്തവുമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അപ്പം നമ്മൾ മറ്റ് അപ്പങ്ങൾ പോലെ അത്ര രുചികരമല്ല. ഇതിൻ്റെ രുചി വേറൊരു രുചിയാണ്, മാത്രമല്ല കുറച്ച് ഹാർഡുമാണ്.
മറ്റപ്പങ്ങൾ പോലെ ഒരു സോഫ്റ്റ്നെസ് അതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ ആചാരപരമായിട്ട് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് ആ അപ്പം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചിലരത് ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കാറുണ്ട്, അതും രുചികരമാണ്. ഇത് പച്ചമ്പിൽ പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരപ്പം കുരിശിട്ട് കുരിശിൻ്റെ ആകൃതിയിൽ ഒരു കുരുത്തോല വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ആചാരപരമായിട്ട് കുരിശിൻ്റെ ആ ഒരു പ്രാധാന്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. കുരിശിലാണല്ലോ ജീസസ് ക്രൈസ്റ്റ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് കുരിശ് വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികളെല്ലാവരും കുരിശ് ഒരു പ്രധാന ആരാധനയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് കുരിശിനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കുരിശ് എടുത്ത് മാറ്റി ആ അപ്പം മുറിക്കുകയാണ്. കുരിശിന്റെ പാടുണ്ടല്ലേ? പാട് വരും ഒപ്പത്തിൽ. നല്ല ഹാർഡാ. ഉഴുന്നല്ലേ? ഞാൻ കട്ടി കുറച്ച് ഉണ്ടാക്കിയേക്കണം. സാധാരണ വീടുകളിൽ ഭയങ്കര കട്ടിയാ. അല്ല കട്ടി, ഇത് രുചിയല്ലല്ലോ ഇതിന്റെ പ്രാധാന്യം. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സോഫ്റ്റ് ആവാൻ ഇതൊന്നും വെള്ളത്തിലിട്ട് കുതിർത്തണില്ലല്ലോ, വറുത്തല്ലേ ഉണ്ടാക്കണേ. നല്ല കടുപ്പമുണ്ട്, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അപ്പം അങ്ങനെയാണ്. അല്ല വെറുതെ ഒന്ന് കാണിച്ചത് ജസ്റ്റ്. ഇത് ശരിക്ക് കഴിക്കേണ്ടത് നമ്മൾ അപ്പം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. അങ്ങനെയാ വേണ്ടത്. ശരി, ചെറിയ കഷ്ണങ്ങളാക്കി. വലിയ പ്ലേറ്റ് വേണോ? ക്വാർട്ടർ വേണമെങ്കിൽ വെക്കാടി. കഴിയുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് മിക്സാവും. ഈ കഷ്ണങ്ങൾ ഇങ്ങനെ നുറുക്കിയിട്ടിട്ട് അതിലേക്ക് ഈ പാലൊഴിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ, കാരണം അത് മിക്സ് ആവുകയും ചെയ്യും, അതിൻ്റെ രുചി കുറച്ചുകൂടി നമുക്ക് ആസ്വാദ്യകരമാവുകയും ചെയ്യും. കുറച്ചുകൂടെ പാലൊഴിക്കണം, അത്രയും പാല് പോരാ. കുതിരണം അല്ല, കുതിരുമല്ല, അതിലേക്ക് ഇറങ്ങി. സ്പൂണോടെ സ്പൂണോടെ അപ്പം തന്നെ തിന്നാൻ നല്ല രുചിയാണ്. തന്നെ തിന്നാൻ അല്ല, ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാവൂ. കഴിച്ചോ കഴിച്ചോ. ഈ പാലും കൂടെ ചേർന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു ആസ്വാദികരമായ രുചിയാണ്. നമ്മളിത് രുചിയിലല്ലോ അല്ലേ, ഇതിന്റെ രുചിയല്ല. ഉഴുന്ന് ചേർത്തിട്ടുണ്ട്, അതാണ് അതിങ്ങനെ ഹാർഡാവുന്നത്. കടുപ്പം അല്ല, ഇത് വറുത്തട്ട. പക്ഷെ അപ്പത്തിന്റെ ടെക്സ്ചർ ടേസ്റ്റിയാണ്. ഉണക്കലരി ചേർത്തോണ്ടാ. അതെ, പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വളരെ ഹാർഡാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. മറ്റേ അപ്പം പോലെ അല്ലല്ലോ അത്. ഇപ്പൊ വട്ടയപ്പം, പാലപ്പം എന്നൊക്കെ പറയുന്നത് അത് വളരെ സോഫ്റ്റ് ആണ്. യേശുക്രിസ്തുവിന്റെ ഈ അന്ത്യമായ ദിവസങ്ങളെ സംബന്ധിച്ചൊരു മനോഹരമായ സിനിമയുണ്ട്, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. താല്പര്യമുള്ളവരൊന്ന് കണ്ടാൽ നമുക്കത് കണ്ടു നിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. യാഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് തന്നെ അത് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ടഫാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ നാളുകളിൽ നടന്ന സംഭവങ്ങളുടെ ഒരു യഥാർത്ഥ ചിത്രീകരണമാണ്. ഈ അപ്പം മുറിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു.
ആ അത് ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ഇതിന്റെ ആ ഭാഗമായോണ്ടായിരിക്കും. ആ അതായിരിക്കും കത്തി കയറാനുള്ള അല്ലേ, കടുപ്പായതുകൊണ്ടായിരിക്കും. പക്ഷെ ഉണക്കലരിയും ഇതും കൂടെ ചെന്നപ്പോൾ മിക്സ് നല്ലതാണ് അല്ലേ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അങ്ങനെയാണ്. ഇവിടെ എല്ലായിടത്തും കൃഷിയുണ്ടല്ലോ ഒന്നേ, ഉണക്കനെല്ല് കുത്തിച്ചങ്ങ് വെച്ചത്. അന്നൊന്നും പച്ചരിക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പ്രാധാന്യമില്ല. എല്ലാ പലഹാരം ഉണക്കലരി പൊടിച്ച് വറുത്ത് വെച്ച് വെക്കുക, പുട്ടിനും അവലോസൂടിക്കും ഒക്കെ. അവലോസൂടിക്ക് അതുകൊണ്ടാണ് ഉണ്ടാക്കണം. പിന്നെയല്ലേ പച്ചരിയിലേക്ക് കൃഷി നിന്നു, അതോടുകൂടി പച്ചരിയിലേക്ക് ഇറങ്ങി. പാടത്ത് കൃഷിയില്ല. പക്ഷെ ഉണക്കലരിയുടെ സാധനങ്ങൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുട്ടിനും അപ്പത്തിനൊക്കെ കളർ കുറവായിരിക്കും. അവലോസ് പൊടിക്ക് പിന്നെ പ്രശ്നമില്ല, കളർ വേറെ ക്രീമിഷ് കളറല്ലേ അവലോസ് പൊടിയുടെ കളർ തന്നെ. ഇതിന്റെ പൊടിയാണോ പിടിക്ക്? പിടി വേറെ അല്ല, ഉണക്കലരിയും കൊണ്ട് പിടിയുടെ ഉണ്ടാക്കും, പൊടി ഉണ്ടാക്കും. നമ്മളിപ്പോൾ പച്ചരിയും കണ്ടല്ലേ ഇങ്ങനെയുള്ളതൊക്കെ. ഉണക്കലരി പൊടിപ്പിക്കാൻ നമുക്ക്. വൈറ്റ് കളർ പിടി കിട്ടില്ല. അതാണ് മറ്റേ കളർ കിട്ടുന്നത്. അതിനാണ് ഈ തിരുമറിയിലൊക്കെ കാണിക്കുന്നത് പച്ചരിപ്പൊടിയുടെ കൂടെ കുറച്ച് അവലോസ് പൊടി ചേർക്കുന്നത്. അപ്പൊ ആ കളർ കിട്ടാം. കളർ നല്ല രുചിയായിരുന്നു. പച്ചരിയിലുണ്ടാക്കുന്നതിനേക്കാളും രുചിയുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, സിനി എൽദോ, അതിനെ അറിയാം, അതാ അതിനറിയാം. സബ്സ്ക്രൈബർ ചേച്ചി പറഞ്ഞതാ, ഉണക്കലരി കൊണ്ടാണ് ഏറ്റവും രുചി. ആ രുചി പച്ചരിക്ക് കിട്ടില്ല. അവർക്ക് ഇത്തവണ പച്ചരി ആണ് കിട്ടിയത്, ഉണക്കലരി കിട്ടിയതില്ല. ഉണക്കലരിയുടെ വില ഞാൻ മാർജിൻ ഫ്രീയില് ബില്ല് കളഞ്ഞായിരിക്കും ആരോ ചോദിച്ചിട്ടുണ്ട്. ആണോ? അതെ അല്ലേ. അപ്പൊ ബില്ല് ചെക്ക് ചെയ്ത് വെച്ച് കളയും. എന്നാ നോക്കാം. ബില്ല് പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കേടായി പോകും. ആ പാല് തീർന്നിട്ട് വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. ഇന്നത്തെ ദിവസം മാത്രമല്ലേ കഴിക്കുള്ളൂ? നാളെ കഴിക്കില്ല. ഇന്നത്തെ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നാളെ വൈകിട്ട് പള്ളിയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ട് എടുക്കുള്ളൂ, അല്ലാതെ കഴിക്കില്ല. ഇതൊരു തുള്ളി പോലും കളയാൻ പാടില്ല. ഈ പണ്ട് അമ്മച്ചിയൊക്കെ ഇത് വടിച്ചിങ്ങനെ ഇതാക്കി വെച്ചാണ് ഇതിന്റെ പാത്രം കഴുകണം, ഉണ്ടാക്കണ പാത്രം. അല്ലാതെ അങ്ങനെയാണ് ചെയ്യാവൂ, വിശ്വാസം അനുസരിച്ച്. കംപ്ലീറ്റ് പഠിച്ചെടുക്കൂല. അതുകൊണ്ട് പഠിച്ചെടുക്കും. ഉരുളിച്ചിട്ട് ഉണ്ടാക്കണം. അമ്മച്ചി ഉണ്ടായിക്കൊണ്ടിരുന്ന ഉണക്കലരി കൊണ്ടാണ്. അതെ. പച്ചരി ഇല്ലെന്ന് എന്നാ ഇല്ലെന്നല്ല, വാങ്ങിക്കലില്ല. ഇതുപോലെ നാടുകളും കടകളിലും ഒന്നും അപൂർവം ഉള്ളത്. ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ ഇതുണ്ടാകുമ്പോൾ അത് എടുക്കൂലല്ലോ. എനിക്ക് തോന്നുന്ന പച്ചരി ഉപയോഗിക്കുന്നതേ പുറത്തുള്ളവരൊക്കെയാന്ന് തോന്നുന്നത്. ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി അല്ലേ. അതുണ്ട്. പിന്നെ നമ്മളത് യൂസ്ഡ് ആയപ്പോ വെട്ടിക്കേട്ടുന്നതിൽ ചേട്ടനുണ്ട് പഴം ചേർത്ത് പറയാൻ ഇവിടെ വന്നപ്പോ. മമ്മിയോട് ഞാലിപ്പൂനായിരുന്നു ചാച്ചൻ അങ്ങോട്ട് കൂടെ പാലിട്ടോ. പാലിന്റെ കൂടെ, ഒക്കത്തിന്റെ കൂടെ അല്ല, അപ്പവും പാലും കഴിച്ചേച്ച് പാലിന്റെ കൂടെ പഴം അരിഞ്ഞിട്ട്. അങ്ങനെ ഈ ടേബിൾ മാറ്റ് ഇത് കറക്റ്റാ. കൊടൊക്കെ അമ്മ കഴിച്ചു കഴിഞ്ഞോ? പക്ഷെ രുചിയെ ചുടുമ്പോഴേ കല്ലിന്റെ രുചി. ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് എങ്ങനെയാ പോലും മനസ്സിലാക്കി. ആരെങ്കിലും ഒരാളത് പ്രാക്ടീസ് ചെയ്തു, അത് പിന്നെ എല്ലാവരും അത് മുക്കിന്റെ പോലെ പറഞ്ഞും കേട്ടും അതൊന്ന് പ്രാക്ടീസ് ചെയ്തു. ഈ ജയ ബേക്കറിയില് കുരിശിട്ട ബണ്ണുണ്ടല്ലോ, വർഷങ്ങളായിട്ട്. ബണ്ണ് പറയാൻ പറ്റില്ല, പ്ലേറ്റിന്റെ അത്രയുള്ള ബൺ. ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറെ നാളുകൾ മുമ്പ് ഇറങ്ങിയതാ, ഇപ്പോഴല്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ പോണവർക്ക് ജോലി ഇതൊക്കെ ഉള്ളവർക്ക് വൈകുന്നേരം വരുമ്പോൾ അതങ്ങ് മേടിച്ചു പോയാൽ പാല് കൊടുക്കണം. പക്ഷെ പാലിന് ഞാൻ പറഞ്ഞില്ലേ, സമയം വേണ്ട, അത് വേഗം കഴിയും. വേഗം കഴിയും. തേങ്ങ രണ്ട് പിഴിയുക, കറക്കറ വിളിക്കുക, മിക്സ് ചെയ്ത് അരിപ്പൊടി ചേർത്ത് ബ്രെഡ് ഇതിൽ മുക്കി കഴിക്കാൻ എനിക്കിഷ്ടമാണ് കഴിക്കാൻ. മറ്റേ ബ്രെഡ് മറ്റത് എനിക്കിഷ്ടമല്ല, ഗോതമ്പ് ബ്രെഡ് എനിക്കിഷ്ടമല്ല. എല്ലാവരും
നിങ്ങളുടെ വീടുകളിലും പെസഹാപ്പവും പാലും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. അപ്പം നാളെ രാവിലെ പോയി വൈകുന്നേരം വരെ പള്ളി. അതെ 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 അതെ. പിന്നെ ദുഃഖ ശനി അരിക്കപ്പെട്ടവരുടെ ഓർമ്മയെല്ലാം കൂടെ ആയിട്ട് പിന്നെ ഉയർപ്പ് വീർപ്പ്. അതിലാണ് ഒരു തകർപ്പ്. വലിയ തകർപ്പൊന്നും ഇല്ല, വലിയ തകർപ്പൊന്നും ചെറിയ ഇല്ല. രീതിയിലൊക്കെ ഉള്ളൂ. പിന്നെ അത് നൊയമ്പ് വീടുന്നതിന്റെ ഒരു അതെ. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഞാനിത്തോടെ നൊയമ്പൊന്നും അങ്ങനെ അറിഞ്ഞില്ല. ഞാൻ എപ്പോഴും ഓരോ ജോലിയിലൊക്കെ ആയത് കാരണം എന്നാ കഴിക്കണമെന്നൊന്നും പിന്നെ ഇവിടെ ഇങ്ങനെ പച്ചക്കറി ആയതുകൊണ്ട് ഡെയിലി പച്ചക്കറിയിലേക്ക് അങ്ങ് മാറിയതുകൊണ്ട് പിന്നെ അങ്ങനെയായിട്ട് ഇത് തോന്നിയില്ല എനിക്കും. ഞാൻ അങ്ങനെ ആദ്യം കഴിക്കുന്നതിലൊന്നും തുടങ്ങുമ്പോ വലിയ ചിന്ത കൊടുത്തിരുന്നില്ല, കാരണം ഫുൾ ടൈം നല്ല പണിയായിരുന്നു. അപ്പൊ അത് കഴിക്കുന്നതിലേക്ക് കോൺസെൻട്രേഷൻ പോയില്ല. മറ്റത് കഴിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ താല്പര്യം കുറവ് വരുന്നത്. ഇങ്ങനെ ഒരു പെസക കഴിഞ്ഞു അതെ. അല്ലേ? ബ്രെഡ് വേണോ?